അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളുടെ വീട്ടിൽ അരി ഉണ്ടെങ്കിൽ ഒരു പിടി അരി മതി എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സകല പ്രശ്നങ്ങളും മാറാൻ. ഒരു പിടി അരി എടുത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം പറയുന്ന കാര്യം വളരെ കൃത്യമായി ചെയ്താൽ എല്ലാ പ്രശ്നങ്ങൾ അതോടുകൂടി തീരും. നോക്കൂ, ഒരു പിടി അരി കയ്യിലെടുക്കുക. വീട്ടിൽ രോഗികളുണ്ട്, അല്ലെങ്കിൽ ദാരിദ്ര്യമാണ്, കടം കൊണ്ട് പ്രയാസപ്പെടുകയാണ്, അങ്ങനെ സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. ഒരുപാട് ആളുകളുടെ അനുഭവങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇത് ചെയ്ത് അവരുടെ വീട്ടിൽ വലിയ ബർക്കത്ത്, മക്കൾക്ക് ജോലിയില്ലാതെ അൽഹംദുലില്ലാ ഇന്ന് നല്ല ജോലിയിലൊക്കെ നല്ല റാഹത്തോടു കൂടിയാണ്. ആ വീട്ട് മൊത്തം ബർക്കത്തിലാകാൻ ഇത് മതി. ഒരു പ്രാവശ്യം ചെയ്യാം, ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. വീട്ടിൽ എന്നേക്കും ആ ബർക്കത്ത് നിലനിൽക്കും. നാം ചെയ്യേണ്ട കാര്യം വളരെ ലളിതമായി സ്ക്രീൻ നോക്കി തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഖുർആൻ എടുക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കിതാബുകൾ നോക്കേണ്ട ഒരു ആവശ്യവുമില്ല. സ്ക്രീനിൽ നോക്കാം, വളരെ മനോഹരമായി, എത്ര വിവരമില്ലാത്തവർക്കും വളരെ മനോഹരമായി ലളിതമായ രൂപത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ അത് ചെയ്താൽ നമ്മുടെ വീട്ടിൽ ഒറ്റ പ്രാവശ്യം, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, നിങ്ങളാണല്ലോ വീട്ടിലിരിക്കുന്നവർ. നിങ്ങളുടെ ഭർത്താവിൻ്റെ കച്ചവടത്തിൽ വലിയ പുരോഗതി, നിങ്ങളുടെ വീടിൻ്റെ കടങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഇതൊക്കെ മാറിക്കിട്ടാൻ മാനസികമായ ചെറിയ മനോഹരമായ വീടൊക്കെ ഉണ്ടാകും. പക്ഷെ ആ വീട്ടിൻ്റെ ഉള്ളിൻ്റെ അകത്ത് വലിയ സന്തോഷമോ റാഹത്തൊന്നും ഉണ്ടാവില്ല. വലിയ പ്രയാസത്തിൽ കഴിയുന്നവരായിരിക്കാം. നിങ്ങളിതൊന്ന് ചെയ്തു നോക്ക്, അൽഹംദുലില്ലാ വലിയ നേട്ടം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അനുഭവിക്കാൻ സാധിക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നാം ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീട്ടിൻ്റെ അടുക്കളയിൽ പോവാം, ഒരു പിടി അരി എടുക്കുക. ഈ ഒരു പിടി അരി എടുത്തിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർ ഫോൺ വിളിച്ച് വലിയ പ്രയാസം പറഞ്ഞപ്പോൾ അവർക്ക് ഈ ഒരു പരിഹാരം പറഞ്ഞു കൊടുത്തപ്പോൾ നല്ലൊരു ജോലി കിട്ടിയിരുന്നു. അൽഹംദുലില്ലാ സന്തോഷത്തിലാണ് അവരൊക്കെ. നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ കുടുംബത്തിൽ പ്രയാസപ്പെടുന്നവർ, കടങ്ങളെ കൊണ്ട് കുടുങ്ങിയവർക്കൊക്കെ പരിഹാരം. ഒരു പിടി അരി കയ്യിലെടുക്കുക. എടുത്തിട്ട് സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ തന്നെ ഓതണം. അത് ഓതി എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ അരി എടുത്ത് മറ്റുള്ള അരികളുമായി മിക്സ് ചെയ്യണം. അപ്പോൾ ആ മൊത്ത അരികളും വലിയ ബർക്കത്തിലാകും. പിന്നെ അതിലേക്ക് വന്നുകൂടുന്ന എല്ലാ അരികളും വലിയ ബർക്കത്തിലാകും. അതുണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം എങ്ങനെയാണത് ചെയ്യേണ്ടത്, എന്താണ് അതിൽ ചെയ്യേണ്ടത്, പിന്നെ കയ്യിൽ പിടിക്കാൻ അവർക്ക് സാധ്യമല്ല. എന്നാൽ ഒരു വീട്ടിൽ എന്തെങ്കിലും ഓട്ട എന്തെങ്കിലും എടുത്ത് അതിൽ വെച്ച് പുതിയാലും പ്രശ്നമില്ല. ഒരു പ്രാവശ്യം ഇത് ചെയ്തു വെക്കുക, എല്ലാ വീട്ടിൽ ചെയ്തു വെക്കുക. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് അവരുടെ വാട്സപ്പിലൂടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇതൊക്കെ എത്തിച്ചു കൊടുക്കാം. അവരും ചെയ്യട്ടെ, അവരുടെ വീട്ടിലും വലിയ ബർക്കത്തുണ്ടാകട്ടെ. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിലപ്പെട്ട അറിവുകൾ എന്നും കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ നല്ലതാണ്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നെത്തും. അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല അറിവുകൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും വീട്ടു സന്തോഷത്തിൽ കഴിയാനൊക്കെ വലിയ ഉപകാരം കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ പഠിപ്പിച്ച ഒരു വിലപ്പെട്ട അറിവാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പകരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്ക്രീനിൽ പറയുന്നത് പോലെ അങ്ങ് ചെയ്യാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല വലിയ ബർക്കത്തും റാഹത്തും സന്തോഷവും എല്ലാവിധ രോഗങ്ങളെ തൊട്ട് അല്ലാഹു കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. പറയേണ്ട രൂപം യാ ഖനിയ്യു എന്ന് 111 പ്രാവശ്യം പറയണം. ഇവിടെ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്, കന്നഡത്തിലും കൊടുത്തിട്ടുണ്ട്. കന്നഡത്തിൽ ചെറിയ പറയുന്നത് പോലെ പറയാം. കന്നഡത്തിൽ അത് വായിക്കുമ്പോഴും മലയാളത്തിൽ വായിക്കുമ്പോഴും അത്ര സ്പഷ്ടമല്ല. എന്നാലും യാ ഖനിയ്യു, യാ അല്ലാഹ് എന്നല്ലാഹു ചേർത്ത് പറയില്ലെങ്കിൽ യാ ഖനിയ്യു, യാ ഖനിയ്യു എന്ന് 111 പ്രാവശ്യം പറയണം. അത് കഴിഞ്ഞ് യാ മുഗ്നി, യാ മുഗ്നി എന്ന് 112 പ്രാവശ്യം പറയണം. അത് കഴിഞ്ഞ് യാ ബാസിത്തു,
യാ ബാസിത്തു, യാ ബാസിത്തു എന്ന് 113 പ്രാവശ്യം പറയണം. അത് കഴിഞ്ഞ് യാ മാലിക്കൽ മുൽക്ക്, യാ മാലിക്കൽ മുൽക്ക്, യാ മാലിക്കൽ മുൽക്ക് എന്ന് 114 പ്രാവശ്യം പറയണം. അത് കഴിഞ്ഞ് യാദൽ ജലാൽ വല്ലിക്രാം, യാദൽ ജലാൽ വല്ലിക്രാം 115 പ്രാവശ്യം പറയണം. സൂറത്ത് ഖുറൈശ്, ലിഈലാഫി ഖുറൈശ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലിഈലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ് ഫൽഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദി അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ് എന്നുള്ള സൂറത്ത് 7 തവണ ഓതണം. എന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അറഅയ്തല്ലദി യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദി യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. അത് 7 തവണ ചൊല്ലണം. അത് കഴിഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്ന അഅ്തീനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ എന്ന് 7 തവണ ചൊല്ലണം. അത് കഴിഞ്ഞ് സൂറത്ത് തൗബയുടെ അവസാനത്തെ ആയത്ത് അത് 3 തവണ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവൽ ഫഖുൽ ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു ഹുവ റബ്ബുൽ അർശിൽ അലീം എന്ന് 3 തവണ ചൊല്ല. ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം ഓരോ 111, 112, 113, 114, 115 പ്രാവശ്യം ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇഷ്ഫി 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 എന്ന് ഊതണം. ഊതി കഴിഞ്ഞ് പിന്നെ ആ അരി, കയ്യിലുള്ള അരി എടുത്ത് നമ്മുടെ മറ്റ് അരിയിലേക്ക് അത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അറികൾക്കെല്ലാം അത് അങ്ങനെ തന്നെ മിക്സ് ആക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. എന്നും വീട്ടിൽ വലിയ ബർക്കത്തും ഐശ്വര്യവും ദാരിദ്ര്യത്തൊട്ട് കാവൽ, രോഗത്തിനെ തൊട്ട് കാവൽ, ആ ഭക്ഷണത്തിൽ വലിയ ബർക്കത്തൊക്കെ ഉണ്ടാകും. ഇത് ഒറ്റ പ്രാവശ്യം എല്ലാവരും ചെയ്യുക. വലിയ ബർക്കത്തുള്ള കാര്യമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല എല്ലാവിധ ദാരിദ്ര്യത്തെ തൊട്ട് അതുപോലെ രോഗങ്ങളെ തൊട്ട് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന, സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകൾ എല്ലാത്തിൻ്റെ പ്രയാസങ്ങളെ തൊട്ട്, എല്ലാവിധ പ്രശ്നങ്ങളെ തൊട്ട് അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.